സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യം നമുക്ക് അനുവദിച്ച അവകാശം അത് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമ്മളുടെ തെരഞ്ഞെടുപ്പിൽ ആരാണ് യഥാർത്ഥമായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് കാത്തിരിക്കുകയാണ് നമ്മൾ. ഒരു മാസത്തിന് ശേഷം റിസൾട്ട് വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ആള് തന്നെയാണോ ഇവിടെ സമൂഹത്തിലെല്ലാവരും തിരഞ്ഞെടുത്തത്, എൻ്റെ സമ്മതിദാനാവകാശം വോട്ട് ഞാൻ ചെയ്ത ആള് വിജയിക്കുമ്പോഴാണ് അത് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അല്ല എങ്കിൽ ഞാൻ വോട്ടവകാശം രേഖപ്പെടുത്തിയ ആളല്ലാത്ത മറ്റൊരാൾ വിജയിക്കുമെങ്കിൽ നമ്മൾ ചെയ്ത വോട്ട് അത് വിജയിച്ചില്ലല്ലോ, അതിലേക്ക് നഷ്ടമായല്ലോ എന്ന ചിന്തയൊക്കെ സ്വാഭാവികമായും ആളുകളിൽ വരാവുന്നതാണ്. അത്തരത്തിലുള്ള ആശങ്കകൾ ഇനി ഒരു മാസക്കാലം അങ്ങോട്ട് നീങ്ങും. ഓരോ ദിവസവും നമ്മളും നമ്മുടെ നാടും മാധ്യമങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിരിക്കും ഇനി അങ്ങോട്ട് ദിവസം മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സംഭവ വികാസങ്ങളിൽ നിന്നും തൻ്റെ പരലോകത്തിലേക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവരാകണം. ഗുണപാഠങ്ങൾ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങുന്ന ഓരോ നിമിഷത്തിലും അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സഹാബികൾക്ക് ഗുണപാഠങ്ങളാക്കി മാറ്റി തീർച്ചിട്ടുണ്ട്. സഹാബികൾ പറയാറുണ്ട്, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു പക്ഷിയെ പോലും പ്രവാചകന് വിട്ടേച്ചു കളഞ്ഞിട്ടില്ല, അതിൽ നിന്നും ഞങ്ങൾക്കൊരു ഗുണപാഠം പഠിപ്പിച്ചു നൽകിയിട്ടല്ലാതെ എന്ന്. റസൂലും സഹാബികൾ നടന്നു പോകുമ്പോൾ ഒരു ചത്തുമലച്ച ആടിനെ കണ്ടപ്പോൾ പ്രവാചകൻ അവർക്ക് പരലോകം ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് ഈ ആടിനെ ഒരു ദിർഹമിന് ആവശ്യമെന്ന് പ്രവാചകൻ ചോദിച്ചു. സഹാബികൾ വേണ്ട എന്ന് പറഞ്ഞു. എങ്കിൽ ആർക്കാണ് ഒരു ദീനാറിന് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോഴും സഹാബികൾ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ വില കയറ്റി പറഞ്ഞപ്പോൾ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു, റസൂലേ, ഈ ചത്ത ആടിന് ആർക്കാണ് ആവശ്യം? അത് വെറുതെ കിട്ടിയാൽ പോലും ആളുകൾ വാങ്ങില്ല, പിന്നെ ആരാണ് പണം കൊടുത്ത് വാങ്ങുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, എങ്കിൽ നിങ്ങൾ ഈ ആടിന് നിങ്ങൾ എത്ര വില കൽപ്പിക്കുന്നില്ലയോ അത്ര പോലും വില പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അള്ളാഹു ഈ ദുനിയാവിനെ നൽകുന്നില്ല എന്ന്. അവിടെ പ്രവാചകൻ ഗുണപാഠം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എന്ത് പരലോകത്തേക്ക് വേണ്ടി കിട്ടിയെന്ന് ആലോചിക്കാൻ കഴിയേണ്ടതുണ്ട്. അതല്ല കേവലം ഇതൊരു ഭൗതികമായ ആവശ്യം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ചർച്ചകളിൽ മുഴുകി രാഷ്ട്രീയപരമായ കാര്യം ഇടപെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വ്യഭിചാരോപണങ്ങളും തുടങ്ങിയിട്ടെല്ലാം നടത്തി നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇവിടെ അവകാശം നൽകിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ നമുക്ക് വേണ്ട പോലെ ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ ഇനിയൊരു ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ഇതല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എന്നാൽ ഈ ദുനിയാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മരിച്ചു തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വീണ്ടും ഒരു ഇലക്ഷന് അതല്ലെങ്കിൽ വീണ്ടും നമുക്കൊരു സ്വാതന്ത്ര്യം വിനിയോഗിക്കാനുള്ള അവകാശം അവിടെ ഉണ്ടാവുകയില്ല. ആ ബോധ്യമാകണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ക്ഷണികമായ ദുനിയാവ്, ഈ ദുനിയാവിൽ നമ്മൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനായിരിക്കണം പരിശ്രമിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ഒരു കൃഷിയിടം മാത്രമാണ് എന്നാണ്. പരലോകത്തിലേക്ക് വിളവ് കൊയ്യാൻ വേണ്ടി വിളവിറക്കുന്ന കൃഷിയിടം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എന്തെല്ലാം കൃഷി ഇറക്കാൻ കഴിയുമോ അത് നമ്മൾ പരമാവധി ഇറക്കണം. അത് നന്മകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നൽകിയിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പിന്റെ അവകാശത്തിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നവൻ ആരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ പഠിപ്പിച്ചതാണ്. ഈ ദുനിയാവ്,
ഈ നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കിയത് എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ, എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് സംഗതികൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നന്മകളും തിന്മകളുമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ നന്മകൾ മാത്രം തിരഞ്ഞെടുക്കുന്നവരാരോ അവൻ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കുന്നവൻ. അതല്ല, തിരഞ്ഞെടുപ്പിൽ, ഇവിടെയുള്ള തിരഞ്ഞെടുപ്പിൽ പാകപ്പിഴവ് സംഭവിക്കുന്നവൻ, തിന്മകൾ തിരഞ്ഞെടുക്കുന്നവൻ, അവൻ നാളെ പരലോകത്ത് കൈകടിക്കുന്നവനാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജദയുടെ 19 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അപ്പോൾ ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയും ധിക്കാരിയായ വ്യക്തിയും ഒരേപോലെയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ലാ യസ്തവൂൻ, അവർ ഒരിക്കലും തുല്യമാവുകയില്ല. ഒരിക്കലും ഒരു വിശ്വാസിയും ഒരു ധിക്കാരിയും, ഒരു വിശ്വാസിയും ഒരു താന്തോന്നിയും ഒരേപോലെയാവുകയില്ല. രണ്ടും രണ്ടു തട്ടിലാണ്. രണ്ടുപേരും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. ഒരു വിശ്വാസിയെ ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എങ്ങനെയൊക്കെ കുറവാക്കിയാലും, എങ്ങനെയൊക്കെ താറടിച്ചു കാണിച്ചാലും, ആരൊക്കെ വില കുറച്ച് കാണിച്ചാലും അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഉന്നതനാണ്. എന്നാൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും സൽപേരുകളും ആളുകളുടെ ബഹുമാനവും എല്ലാം കിട്ടിയ ഒരുവൻ, അവൻ നന്മ ചെയ്തവനല്ല എങ്കിൽ, അവൻ വിശ്വാസിയല്ല എങ്കിൽ, അവന്റെ ആ കാര്യം നാളെ പരലോകത്ത് പ്രയാസത്തിലാകുമെന്ന്. റബ്ബിന്റെ അടുക്കൽ അവൻ ഉന്നതനല്ല. അള്ളാഹു തുടർന്ന് വീണ്ടും പഠിപ്പിക്കുന്നു, അമ്മല്ലദീന ആമനു, അപ്പോൾ സത്യവിശ്വാസികൾ, വിശ്വാസം ശരിയായ ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, ഫലഹും ജന്നാതുൽ മഅവ, അവർക്കാകുന്നു സ്ഥിരതാമസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് അല്ലാഹു ഒരു വിരുന്നോണം അവർക്ക് നൽകുന്ന കാര്യമാണ്. ഈ ദുനിയാവിൽ അവന് പ്രവർത്തിച്ചതിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നാളെ ഒരുക്കി വെക്കുന്ന സൽക്കാരമാണ് ഈ പറയപ്പെട്ട ജന്നാത്തുൽ മഅവ, സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗച്ചോപ്പുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടു കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലദീന ആമനു, അവന് വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞു വഅമിലുസ് സാലിഹാത്ത്, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കണം. വിശുദ്ധ ഖുർആനിൽ 51 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് എന്ന് ചേർത്തി പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഒരു വിശ്വാസിക്ക് രണ്ടും ഉണ്ടായിരിക്കണം. സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, കുറെ നമസ്കരിച്ചു, നോമ്പെടുത്തു, സ്വതക്കയും സക്കാത്തും നൽകി, ഹജ്ജൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ, വിശ്വാസത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അവൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് പരലോകത്ത് പ്രയാസപ്പെടുന്നവരായിരിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ആ വിശ്വാസം നേരെയാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ൽ പരമുള്ള പ്രവാചകന്മാരെയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഏതൊരു കാലഘട്ടത്തിലും അവിടെയുള്ള ആളുകൾ, ജനങ്ങളെ വഴിതെറ്റി പോകുന്നുണ്ടോ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥമായി വിജയം ലഭിക്കണമെങ്കിൽ അവന്റെ വിശ്വാസം നേരെയാകണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നത്. ഒരു പ്രവാചകനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല. ഒരു പ്രവാചകനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിന്റെ പുറമേയുള്ളതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാ പ്രവാചകന്മാരെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിന്റെ തിരഞ്ഞെടുപ്പ് അത് ശരിയാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചാൽ മാത്രം വഴിയോ അവൻ രക്ഷപ്പെടുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കണം, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്ന് വിശ്വാസം പിഴച്ചവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം നേരെയാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? തന്റെ ആരാധനകൾ അല്ലാഹുവിന് കൊടുക്കണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. തന്റെ നമസ്കാരം, തന്റെ നോമ്പ്, തന്റെ സക്കാത്തൊക്കെ അള്ളാഹുവിന് കൊടുക്കണമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. മറിച്ച് തന്റെ ആരാധനകളെങ്കിലും അത് അള്ളാഹുവിന് മാത്രം കൊടുക്കുന്നവരാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്കൊരു ഇലാഹുമില്ല അല്ലാഹു അല്ലാതെ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ആകുന്ന സമയത്ത്.
ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കേണ്ടതുണ്ട്. ആ ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം അല്ലാത്ത ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ കഠിനമായ, വളരെ മഹത്തായ അക്രമമാണ് എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ താക്കീത് നൽകിയിട്ടുണ്ട്. ആ ശിർക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അല്ലാഹു സുബ്ഹാനഹു വ പഠിപ്പിച്ചു, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഉൽമ കലരാതിരുന്നവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകും നിർഭയത്വമുള്ളത്, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ മാത്രമാകുന്നു ഹിദായത്ത് കിട്ടിയവർ എന്നാണ്. യഥാർത്ഥമായ ഹിദായത്ത് കിട്ടുകയും യഥാർത്ഥമായ നിർഭയത്തെ ലഭിക്കുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ കലർപ്പ് കലരാത്ത, ശിർക്ക് കലരാത്ത ആളുകളാണ്. വിശ്വാസി എന്നല്ല, വിശ്വാസത്തിൽ യാതൊരു കലർപ്പും ഉണ്ടാകുവാൻ പാടില്ല. അത് പഠിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്. പ്രവാചകന്റെ ദൗത്യത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം റസൂലിന്റെ ഉപ്പയുടെ പേര് തന്നെ അബ്ദുള്ള എന്നായിരുന്നു. അള്ളാഹുവിന്റെ അടിമ എന്നായിരുന്നു പ്രവാചകന്റെ പിതാവിന്റെ പേര്. ആ പ്രവാചകന് കടന്നു വന്ന സമൂഹത്തിന് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. എന്നാൽ എന്തായിരുന്നു അവരുടെ പ്രശ്നം? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അവർ കപ്പലിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തങ്ങളുടെ ആരാധന അർപ്പിക്കുന്നവരായിരുന്നു. ഇഖ്ലാസോടുകൂടി മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നവരായിരുന്നു. എന്നാൽ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, അവരുടെ പ്രശ്നം എന്തായിരുന്നു? അള്ളാഹു പഠിപ്പിക്കുന്നു, അവരുടെ തിരഞ്ഞെടുപ്പ്, വിശ്വാസത്തിലെ തിരഞ്ഞെടുപ്പ് അത് ക്ലിയർ ആയിട്ടില്ല. കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും, റബ്ബിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കും. ലാത്തയെ രക്ഷിക്കണേ എന്ന്, മനാത്തയെ കാക്കണേ എന്ന്, ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവർ അള്ളാഹുവിനെ കടിപ്പിക്കാൻ വേണ്ടി ആരാധനമാരെ തേടിയവരായിരുന്നു. അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ലാത്തയെ വിളിക്കുന്നില്ല, ഞങ്ങൾ മനാത്തയെ വിളിക്കുന്നില്ല, ഞങ്ങൾ ഉസ്സയെ വിളിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. റബ്ബിന്റെ അടുക്കൽ ഇവർ നമുക്ക് വേണ്ടി ഒരു ശുപാർശകരാകുമെന്നായിരുന്നു അവരുടെ വാദം. അവർ അള്ളാഹുവിന് പുറമെ ലാത്തയെ രക്ഷിക്കണേ, മനാത്തയെ കാക്കണേ എന്ന് അവർ വിളിച്ചത് ലാത്തക്കും മനാത്തക്കും സ്വമേധയാ എന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്നും എന്റെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം പുറത്തായിരുന്നില്ല. മറിച്ച് ലാത്തയെ എന്ന് വിളിച്ചാൽ ലാത്തയാകുന്ന മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്റെ കാര്യങ്ങൾ പറയും. ലാത്തയോട് ഞാൻ സാമീപ്യം നേടിക്കഴിഞ്ഞാൽ, ലാത്തയുടെ മുരീദായി കഴിഞ്ഞാൽ ലാത്ത എനിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത ലാത്തയെ, അള്ളാഹുവിലേക്ക് അടുത്ത മനാത്തയെ, അള്ളാഹുവിലേക്ക് അടുത്ത ഉസ്സയെ വിളിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അവർ നമ്മൾ അടുപ്പിക്കും. അങ്ങനെ എന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ വിശ്വാസത്തെയാണ് പരിശുദ്ധമായ ഖുർആൻ ശിർക്ക് എന്ന് പഠിപ്പിച്ചത്. എന്നിട്ട് അവർ പഠിപ്പിച്ചു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഈ ശിർക്ക് ആരെങ്കിലും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത്, അല്ലാഹുക്ക് മാത്രം നൽകേണ്ട പ്രാർത്ഥന, അല്ലാഹുക്ക് മാത്രം നൽകേണ്ട ബലികർമ്മങ്ങൾ, ആരാധനകളെല്ലാം അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ എല്ലാ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും അതെന്റെ റബ്ബിന് മാത്രമുള്ളതാണ് എന്നാണ് വിശ്വാസികൾ നമസ്കാരത്തിൽ പ്രഖ്യാപിക്കുന്നത്. എന്തിന് പ്രഖ്യാപിക്കുന്നു? അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്നത് വിശ്വാസത്തിലെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സഹോദരന്മാരെ പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്തോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കുമെന്നാണ്. അവന്റെ നിത്യസങ്കേതം നരകമാകുമെന്നാണ്. ആ ലാലിമീങ്ങൾക്ക്, ശിർക്കാകുന്ന അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് ഒരു സഹായിയെയും നരകത്തിൽ കാണാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ശിർക്ക് ഒരിക്കലും ജീവിതത്തിൽ വരാൻ പാടില്ല. ആ തിരഞ്ഞെടുപ്പ് നന്നാകേണ്ടതുണ്ട്. സമൂഹത്തിൽ നമ്മൾ എത്ര മാന്യന്മാരായി നടന്നാലും നമ്മുടെ ആരാധനകൾ അല്ലാഹ് എന്ന വിളിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മഹാന്റെ പേരിലേക്ക്, പ്രവാചകന്റെ പേരിലേക്ക് നമ്മൾ തിരിക്കുന്നുവെങ്കിൽ, മുഹീദ്ദീൻ ശൈഖേ, ബദരീങ്ങളെ, പ്രവാചക, യാ റസൂലല്ലാഹ് എന്നൊക്കെ വിളികളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പോകുന്നുവെങ്കിൽ അതാണ് ശിർക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബദരീങ്ങളെ, മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നതിന് പകരം മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചിരുന്നത് ലാത്തയെ, ഉസ്സയെ, ഇബ്രാഹിം നബിയെ എന്നായിരുന്നു.
അതിന് ശിർക്ക് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നേരെയാക്കാൻ കഴിയേണ്ടതുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പ്രയാസമാണ്. വഅമിലുസ് സാലിഹാത്ത്, രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞത് അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്നാണ്. സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരായിരിക്കണം. വിശ്വാസത്തിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 51 സ്ഥലങ്ങളിൽ കർമ്മങ്ങളെ ചേർത്തി പറഞ്ഞത് എന്തിനാണ്? വിശ്വാസം നേരെയായതുകൊണ്ട് മാത്രം ഒരാൾ നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകില്ല. ഒരുവന്റെ വിശ്വാസം നേരെയാണ്, അവൻ ശിർക്ക് ജീവിതത്തിൽ വെച്ചിട്ടില്ല എങ്കിൽ, തിന്മകൾ ചെയ്തവനാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും നരകത്തിലിട്ട് കരിച്ചതിന് ശേഷം മാത്രമേ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, തിന്മകളില്ലാതെ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നവർ. ആ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അമലു സ്വാലിഹാത്ത് ആവശ്യമാണ്. അമലു സ്വാലിഹാത്ത് പ്രവാചകനെ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. നമസ്കാരം അതിലെ ഒരു ആരാധനയാണ്. സ്വതക്കയും അതേപോലെ തന്നെ നോമ്പുമെല്ലാം അതിൽപ്പെട്ട ആരാധനകളാണ്. അതോടൊപ്പം തന്നെ വേറെയും കുറെ നല്ല ആരാധനകളുണ്ട്. ആളുകൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നല്ല ആരാധനയാണ്. ജനങ്ങളോട് ചിരിക്കുക എന്നുള്ളത് നല്ല ആരാധനയാണ്. ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നുള്ളത് നല്ല ആരാധനയാണ്. സ്വഭാവം നന്നാക്കുക എന്നുള്ളത് നല്ല ആരാധനയാണ്. വ്യക്തിത്വം നന്നാക്കുക എന്നുള്ളത് നല്ല ആരാധനയാണ്. തന്റെ വ്യക്തിത്വവും തന്റെ സ്വഭാവവും തന്റെ പെരുമാറ്റവും എല്ലാം നന്നാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൽസ്വഭാവം പഠിപ്പിക്കാൻ വന്നവർ. നമ്മുടെ പെരുമാറ്റം നന്നാകേണ്ടതുണ്ട്. എല്ലാവരോടും, തന്റെ ഭാര്യയോട്, തന്റെ ഭർത്താവിനോട്, തന്റെ മക്കളോട്, തന്റെ ഉപ്പയോട്, ഉമ്മയോട്, കുടുംബത്തോട്, കൂടെ പണിയെടുക്കുന്നവരോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാകുന്നുവെങ്കിൽ അവർ മാത്രമാണ് വിജയിക്കുന്നവരെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ നന്മകൾ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. എന്നാൽ വഅമ്മല്ലദീന ഫസഖു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിൽ തുടർന്ന് പഠിപ്പിക്കുന്നത് വഅമ്മല്ലദീന ഫസഖു, എന്നാൽ ധിക്കാരികളായവർ, തെമ്മാടികളായവർ, തിന്മകൾ ചെയ്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർ, അത് ഹറാമ് കാണലാകാം, ഹറാമ് കേൾക്കലാകാം, ഹറാമായ സംസാരങ്ങളാകാം, എന്തുമാകാം. അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, പലിശ ഭുജിക്കുക എന്നുള്ളത്, പലിശയുമായി ഇടപെടുക എന്നുള്ളത്, വൃത്തികെട്ട സംസാരങ്ങൾ നടത്തുക എന്നുള്ളത്, അങ്ങനെ എന്തെല്ലാം ഹറാമുകളുണ്ടോ അത് ചെയ്ത ആളുകൾ അവർക്കുള്ള സങ്കര നരകമാണ്. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് പിഴച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു നൽകിയ അവർക്കുള്ള തെരഞ്ഞെടുപ്പ് പിഴച്ചിട്ടുണ്ട്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, ആ നരകത്തിൽ നിന്നും അവർ പുറത്തേക്ക് തള്ളപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടുമെന്നാണ്. വഖീല ലഹും, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ധിക്കരിച്ചതിന്റെ, നിങ്ങൾ നിഷേധിച്ചതിന്റെ അനന്തരഫലമായി കൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു സജ്ദയിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, സൂറത്തു സജ്ദ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ സുബഹി നമസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സുന്നത്താക്കിയ സൂറത്താണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങും മുമ്പ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സൂറത്താണ്. എന്തിനാണ് ഇത് ആവർത്തിച്ച് സുന്നത്താക്കപ്പെടുന്നത്? ഇതിലെ ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്നവൻ എങ്ങനെയാണ് തിന്മകൾ ചെയ്യുന്നത്? അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ സൂറത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവൻ എങ്ങനെയാണ് നന്മകൾ ചെയ്യാതിരിക്കാൻ അവനക്ക് സാധ്യമാകുന്നത്? അതുകൊണ്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നന്നാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഇതാ, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം തിന്നാൻ പറ്റും, എന്തെല്ലാം കുടിക്കാൻ പറ്റും എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, പാടില്ലാത്തത് എന്തൊക്കെ എന്ന് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും അനുവദിക്കപ്പെട്ടതും അല്ലാത്തതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്.
ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇതിൽ ഹലാല് മാത്രം സെലക്ട് ചെയ്യുവാൻ, ഹലാല് മാത്രം തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്ത്, ആ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന, ശരിയാണോ തെറ്റാണോ എന്നറിയുന്ന, നമ്മളെ അങ്കലാപ്പിലാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യണോ, ഇത് വേണ്ടേ, ഇത് പറ്റുമോ, ഇത് പറ്റൂലേ എന്നൊക്കെ ചിന്തിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും ആ ശുബ്ഹാത്തുകൾ സൂക്ഷിച്ചു, ചെയ്യണോ വേണ്ടേ എന്ന സംശയമുള്ള കാര്യങ്ങൾ ചെയ്യുകയല്ല, മറിച്ച് മാറ്റിവെക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പ്രമാണമനുസരിച്ചുകൊണ്ട് നമുക്ക് വിധി കിട്ടിയാൽ മാത്രമേ അത് ചെയ്യുവാൻ പാടുള്ളൂ. അതൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം, ഇതൊക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്നതല്ലേ, നാട്ടിൽ ആരാ പലതും ചെയ്യാത്തത് എന്നൊക്കെയുള്ള ന്യായങ്ങൾ, തിന്മകൾ ചെയ്യാനുള്ള ന്യായവാദങ്ങളല്ല. ആരെങ്കിലും ആ ശുബ്ഹാത്തിന് കാത്തു സൂക്ഷിച്ചാൽ അവന്റെ ദീനും അവന്റെ അഭിമാനവും അവൻ സംരക്ഷിച്ചിരിക്കുന്നുവെന്നാണ്. ആ ശുബ്ഹാത്തുകൾ സൂക്ഷിക്കണം. എന്നാൽ ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ വീണ് കഴിഞ്ഞാൽ അവൻ ഹറാമിൽ വീണിരിക്കുന്നുവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ സെലക്ഷനാണ് നമ്മൾ നന്നാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പാണ് നമ്മൾ നന്നാക്കേണ്ടത്. ഹലാലും ഹറാമും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഹലാലായ കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് ഹറാമിനെ പാടെ ഒഴിവാക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അത് ജോലി സ്ഥലത്താകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ കാര്യങ്ങൾ കടന്നു വരാം, നമ്മൾ ഇടപെടുന്ന കളിയിടങ്ങളിൽ ആ കാര്യം കടന്നു വരാം. ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് പള്ളിയിലേക്ക് എത്താനുള്ളതാണ് തീരുമാനം നമ്മളെ മനസ്സിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ല, നേരം കഴിയും വരെ, ഇരുട്ടാകും വരെ കളിച്ചുകൊണ്ടേയിരിക്കുകയും പിന്നെ വീട്ടിലേക്ക് എത്തി ഏതെങ്കിലും സമയത്ത് മഗ്‌രിബ് നമസ്കരിക്കുകയും ചെയ്താൽ നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? യാത്രാവേളകളിൽ അല്ലാത്ത സമയത്ത് നമ്മൾ കളിക്കളത്തിലിരിക്കുമ്പോൾ, നമ്മൾ അങ്ങാടിയിലിരിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ബാങ്കിന്റെ വിളിയാളങ്ങൾ വരുമ്പോൾ ആ വിളി എനിക്കുള്ളതാണ്, അത് പള്ളിയിലേക്ക് ഞാൻ എത്താനുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ, നമ്മൾ വീണ്ടും അത്തരം സംസാരങ്ങളിലേക്കും കളികളിലേക്കും ഒക്കെ മുഴുകുന്നുവെങ്കിൽ, സഹോദരന്മാരെ, അത്തരം കാര്യങ്ങൾക്കാണ് ചെയ്യാൻ പാടില്ലാത്ത ഹറാം എന്ന് പറയുന്നത്. നന്മകൾ പരിപൂർണമായി തിരഞ്ഞെടുത്തുകൊണ്ട് നന്മകൾ മുഴുകുവാൻ കഴിയുന്നുവെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കുവാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ നാളെ പരലോകത്ത് നമുക്കൊരു യഥാർത്ഥമായ ഫലപ്രഖ്യാപനം കടന്നു വരാനുണ്ട്. ഇവിടെയുള്ള എലക്ഷന്റെ റിസൾട്ടിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലപ്രഖ്യാപനം നാളെ പരലോകത്ത് കടന്നു വരാനുണ്ട്. ആ ഫലപ്രഖ്യാപനത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഹലാലും ഹറാമും വ്യത്യസ്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഹലാലുകൾ മാത്രം ചെയ്ത് അതിൽ തന്നെ നന്മകൾ നന്നായി കൊണ്ട് അധികരിപ്പിച്ച് ഹറാമുകൾ പരിപൂർണമായും മാറ്റിവെക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിന്ന് നന്മകൾ മാത്രം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് സ്കൂൾ അടച്ച് ഒരു അവധിക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ 2 അനുഗ്രഹങ്ങളായി പഠിപ്പിച്ചതാണ് ഒരുവന്റെ ആരോഗ്യവും ഒഴിവു സമയവും. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിതരാകുന്ന, ആളുകൾ കബളിപ്പിക്കപ്പെട്ടു പോകുന്ന, അശ്രദ്ധമായി പോകുന്ന 2 അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്സിഹ്ഹതു വൽ ഫറാഗ്, അതിലൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവു സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ 2 അനുഗ്രഹങ്ങളെ നാളെ ചോദ്യം ചോദിച്ചിട്ടല്ലാതെ, ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ കാല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 അനുഗ്രഹങ്ങളുടെ വിഷയം നമ്മൾ ഒരിക്കലും അശ്രദ്ധമാകുവാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം എന്തിനുള്ളതാണ്? ആ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം, നല്ല ശരീരം നൽകിയത് എന്തിനാണ്? രാവിലെ സുബ്ഹിന്റെ വിളി വരുമ്പോൾ നിങ്ങൾ പുതപ്പ് മാറ്റി പള്ളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളതാണ് ആരോഗ്യം. കൃത്യമായി നിന്ന് നമസ്കരിക്കാൻ, പള്ളിയിലേക്ക് പോകാൻ, അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകിയത്. റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഭൗതികമായി എന്താവശ്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ തന്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഹറാമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
അത് ലഹരി ഉപയോഗിക്കലാകാം, അത് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം, അനാവശ്യമായി കൊണ്ട് എന്തെങ്കിലും നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്നതാകാം, എന്തുമാകാം. നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന ഇബാദത്തിൽ നിന്നും നമ്മളെ പിന്നോക്കം വലിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഹറാമാക്കിയത് എന്തിനാണ്? ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ആരോഗ്യം അള്ളാഹുവിനെ മാറ്റിവെക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസപ്പെടും. സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ലഭിക്കുന്ന ഈ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം നമ്മൾക്കും ഉണ്ടാകരുത്, അവർക്കും ഉണ്ടാകരുത്. നാളെ പരലോകത്ത് മാതാപിതാക്കൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവേ, ഇവർ കാരണമാണ് ഞാൻ വഴിപിഴച്ചത്, അതുകൊണ്ട് ഇവർ നീ നരകത്തിലേക്ക് എടുത്ത് എനിക്ക് സ്വർഗം നൽകണേ എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുവാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവ് നൽകുന്ന, ബഹുമാനം നൽകുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരുവനെ കുറിച്ച് പ്രശംസിക്കുന്ന ചില മാതാപിതാക്കൾ കടന്നു വരാനുണ്ട്. അവർ അള്ളാഹുവോട് ചോദിക്കും, അള്ളാഹുവേ, ഇതിനു മാത്രം ഞാൻ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അള്ളാഹു അവരോട് പറയുന്നത്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ, ഇസ്തിഗ്ഫാർ തേടിയതിന്റെ അനന്തരപരമായി കൊണ്ട് നിനക്ക് ലഭിച്ചതാണ്. നീ അവരെ നന്നായി വളർത്തിയിട്ടുണ്ട്, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഈ വലിയ ഉന്നതങ്ങളായ സ്ഥാനങ്ങളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന്. ആ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അവരുടെ ഒഴിവ് സമയത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒഴിവ് സമയം, സ്കൂൾ അടച്ചിരിക്കുന്ന ഒഴിവ് സമയം, ഒരുപാട് വെക്കേഷൻ കോഴ്സുകളൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. ഭൗതികമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന അത്തരം കോഴ്സുകളിലൊന്നും നിങ്ങളുടെ മക്കളെ ചേർക്കാൻ പാടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് നൽകാം, പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ദീന് കൃത്യമായി കൊണ്ട് കൊടുക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. താമസിച്ച് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ മതപഠന ക്യാമ്പുകൾ നമ്മുടെ ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതും അതല്ലാത്തതുമായ ദീനിയായ സംരംഭങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്തരം സംരംഭങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ കഴിയണം. ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മക്കൾ അഭിരമിക്കുന്ന, അവരുടെ മുഴുവൻ സമയവും അതിലേക്ക് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥാവിശ്യം ഉണ്ടാകുവാൻ പാടില്ല. അവർക്ക് വെളിച്ചമെന്നോണം സമ്മർ ക്വസ്റ്റൻ എന്ന പേരിൽ അവരെ കൃത്യമായി കൊണ്ട് ധാർമ്മിക ബോധത്തിലേക്ക് UP ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് നടക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് പരലോകത്തേക്ക് ആവശ്യമായ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങളിലേക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. ഈ സമയത്തെ ഖുർആൻ പഠിക്കാൻ, ഹിഫ്ളാക്കാനും ഒക്കെ ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒഴിവ് സമയത്തെ ഏറ്റവും നന്നായി കൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന, റബ്ബിനെ കുറിച്ച് പഠിക്കുന്ന, ദീനെ മനസ്സിലാക്കുന്ന സംരംഭങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും സാന്ദർഭികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളമായി കൊണ്ട് ചെയ്ത് ആ നിലയിൽ തന്നെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.